ഹായ് ക്യൂട്ടീസ്. സോ വീക്കിലി ഞാൻ എൻ്റെ ഐബ്രോസ് ഒക്കെ എങ്ങനെയാണ് ഷേപ്പ് ചെയ്യണമെന്നും അതുപോലെ തന്നെ ഫേഷ്യൽ ഹെയർസ് എങ്ങനെ റിമൂവ് ചെയ്യണമെന്ന് കണ്ടാലോ. അതിനായിട്ട് ഞാൻ കുറച്ച് കടലപ്പൊടിയും അതുപോലെ തന്നെ റോ ടെർമറിക് പൗഡർ ആട്ടോ യൂസ് ചെയ്യുന്നത്. അത് മൊത്തം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനൊരു 5 to 10 മിനിറ്റ്സ് ആണ് വെച്ചത്. അപ്പോഴേ തന്നെ നല്ലൊരു ഗ്ലോവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതിന് ശേഷം ഞാനൊരു 5 to 7 മിനിറ്റ്സ് വരെ ആവി പിടിക്കും. സോ ആവി പിടിക്കുമ്പോൾ നമ്മുടെ ഹെയർസ് കുറച്ചും കൂടി റിമൂവ് ആവാൻ ഈസി ആയിരിക്കും. ഇനി ഇതുപോലത്തെ കുറച്ച് ബേസിക് ടൂൾസ് ആണ് വേണ്ടത് നമുക്ക്. സോ ഇതിൽ ആദ്യം ഞാൻ എടുക്കാൻ പോകുന്നത് ഈ ഒരു ഡിസ്പോസിബിൾ ഐബ്രോ റേസറാണ്. ഞാനിത് 7 to 8 ഇയേഴ്സ് ഇതിന് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ സലൂണിലൊന്നും പോകാറില്ല. ഇത് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് റിമൂവ് ചെയ്യാനും പറ്റും. പിന്നെ ഞാൻ ക്യാമറ നോക്കി ആദ്യമായിട്ടാണ് ഐബ്രോ റേസർ യൂസ് ചെയ്യുന്നത്. സോ അതിൻ്റെതായ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്നാലും ചെറിയ പൊട്ടലും കാര്യമൊക്കെ ഉണ്ട്. ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് ലൈക്ക് നമ്മൾ എക്സസൈസ് ആയിട്ടുള്ള ഐബ്രോ ഹെയർസ് ഒക്കെ ഇങ്ങനെ ട്രിം ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഇതിന് വേണ്ടി ഞാനൊരു സെപ്പറേറ്റ് ആയിട്ടുള്ള സിസേഴ്സ് തന്നെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. ഈ അടുത്തെന്ന് പറയുന്നത് ഈ ഐബ്രോ ട്വീസർ യൂസ് ചെയ്തിട്ട് ഞാൻ എക്സസൈസ് ആയിട്ടുള്ള ഐബ്രോ ഹെയർസ് ഇങ്ങനെ പ്ലക്ക് ചെയ്ത് കളയാം. ആൻഡ് നെക്സ്റ്റ് വെരി സിമ്പിൾ പ്രൊസീജിയർ, ഇതുപോലെ ബ്ലാക്ക് ഹെഡ്സ് റിമൂവ് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് നമ്മുടെ നോസ് ഏരിയാസ് ക്ലീൻ ചെയ്ത് കൊടുക്കുക. ഈ ലാസ്റ്റ് ഫൈനൽ പ്രോസസ് എന്ന് പറയുന്നത് ഈ പിന്നിൽ കാണുന്ന പോലെ എൻ്റെ ഹോം മെയ്ഡ് ഐബ്രോ പൗഡറാണ്. എന്നിട്ടാണ് എൻ്റെ ഐബ്രോസ് ഒക്കെ ഫിൽ ചെയ്ത് കൊടുക്കുക. അതുകൊണ്ട് തന്നെ എൻ്റെ ഐബ്രോസ് നന്നായി ഇമ്പ്രൂവ് ആയും ഗ്രോത്ത് ആവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ. ഈ ഒരു പൗഡർ ഞാനൊരു 2 ഇയേഴ്സ് ഏകദേശം ഉണ്ടാക്കിയിട്ട് ഇപ്പം എൻ്റെ ഈ റൂട്ടീൻ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.